അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐഷൂസ് ഹബിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസ് വെച്ചിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള കേക്കാണ്. എരിവുള്ള കേക്കാണ് കേട്ടോ, മധുരമുള്ള കേക്കല്ല. നൂഡിൽസ് വെച്ചിട്ട് ചിക്കനൊക്കെ വെച്ചിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ട ചേരുവകൾ ഞാൻ 2 പീസ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ മസാല തന്നെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ക്യാരറ്റും പയറും. ഇതൊക്കെ ഓപ്ഷൻ ആട്ടോ, നമുക്ക് ഇഷ്ടമായി ചേർത്തോ. ക്യാരറ്റും പയറും കൂടെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. എന്താണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പാലുണ്ട്. പാല് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് 2 കഷ്ണം ചിക്കന് വേവിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. ഓയിൽ, ഇത് സവാളയും ഒരു അരക്കഷ്ണം സവാളയും ചെറിയ സവാളയും വേപ്പിലയും സവാളയും വേപ്പിലയും ചപ്പും കൂടെ പൊടിച്ചെടുത്തതാണ്. ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് കുറച്ച് കുരുമുളകുണ്ട്. ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യം നോക്കാം. കോഴിമുട്ട ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് യോജിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും പയറും കൂടെ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ സവാള ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് നമുക്കിതിൻ്റെ കട്ടിക്കനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വേണമെങ്കിൽ കുറച്ച് രീതിയിൽ ഉണ്ടാക്കട്ടോ. 2 കോഴിമുട്ട 1 കോഴിമുട്ടയൊക്കെ വെച്ചിട്ട് നൂഡിൽസ് കുറച്ചിട്ട് ഇട്ടായി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബാക്കി പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓയിലും കൂടി ഒഴിച്ചു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമ്മുടെ നൂഡിൽസ് കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് നമ്മുടെ കേക്ക് പാനിലേക്ക് കേക്ക് പാനെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ല താഴെ വെച്ച് നല്ലോണം തട്ടി കൊടുക്കണം. ഇതൊരു 3/4 മണിക്കൂർ അരമണിക്കൂർ 3/4 മണിക്കൂറായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അരമണിക്കൂർ മതി. തീ ചെറുതായിട്ടിട്ട് നമുക്ക് അരമണിക്കൂർ കൊണ്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് വേവിക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഈ സൈഡും കൂടി ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ പാനിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ നൂഡിൽസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് വെക്കാം. നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ബായ്. നമുക്ക് പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.